ഇതുപോലെ തന്നെ തമിഴ്നാട് നോക്കിക്കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ ആർക്കാണ് ഒരു ഭൂരിപക്ഷം കാണുന്നത്? തമിഴ്നാട്ടിൽ പൂർണ്ണമായിട്ടും DMK തന്നെയാണ് വരാൻ സാധ്യത. ഇപ്പോൾ അതിൽ വിജയ് നിർത്തുന്ന വിജയിയുടെ മണ്ഡലം വിജയ് ജയിക്കും. അതുപോലെ തന്നെ അവർ നിർത്തിയ മണ്ഡലങ്ങളിൽ നല്ല നോക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിൽ വിജയ് ഫാൻസ് എന്നുള്ള രീതിക്ക് കുറച്ച് മണ്ഡലങ്ങളും പിടിക്കും. പിന്നെ വിജയിയുടെ സീറ്റ് അവിടുത്തെ ഭരണകക്ഷിക്ക് അനിവാര്യമാണ്. കാരണം DMK പണ്ട് വിജയിച്ച പോലെ അത്രയും ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ജയിക്കില്ല. നല്ലൊരു ടൈറ്റ് മത്സരം ഇപ്രാവശ്യം തമിഴ്നാടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ DMK പിടിക്കുന്ന ഈ വിജയിയുടെ പാർട്ടി TVK പിടിക്കുന്ന പാർട്ടിയുടെ സീറ്റ് രണ്ട് പാർട്ടിക്കും എന്താണെന്നുള്ള TVKയുടെ നിലപാട് എങ്ങനെയായിരിക്കും എന്നറിയില്ല. എങ്ങനെ പോലെ ഒരു 10-15 സീറ്റ് അവർ പിടിക്കും. ആ 15 സീറ്റ് നിർണായകമായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിന്, സർക്കാരിന്. ഇത് ഇനി സീറ്റ് പിടിച്ചതിന് ശേഷം ആയാലേ ഉള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ ഒരാളാണെങ്കിൽ വിജയയുടെ മണ്ഡലം പോലും വിജയ് ജയിക്കില്ല. കാരണം തമിഴ്നാട് കേരളം പോലെ തന്നെയാണ്, മതേതരത്തിന് അത്രയും മൂല്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ വിജയെ തള്ളും. അങ്ങനെയാണ് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. വിജയുടെ മണ്ഡലം പോലും കിട്ടാതാവും, വിജയുടെ ഈ ഒരു പേരും ഇല്ലാതാവും. വിജയ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ഫിലിം സ്റ്റാർ, അങ്ങനെ ഇഷ്ടപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോഴും അദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം കൊണ്ടാണ്. അല്ലാതെ BJPയുടെ ലേബലിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJP ഇത്ര നാളും വിജയം ഉണ്ടാക്കിയെടുത്ത പേര് അവിടെ ഇല്ലാതാവും, സ്വന്തം സീറ്റ് പോലും ഇല്ലാതാവും.